ഹലോ, വാസ്തുകൗമുദി എന്ന ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ്. ആ ഗ്രന്ഥത്തിലെ കുറച്ച് കണക്കുകൾ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. 1110 മലയാള വർഷം. തണ്ണീർമുക്കം വാസുവാചാരി അവർകൾ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്ത ഈ ഗ്രന്ഥത്തിലുള്ള കണക്കുകളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് ആദ്യ ഗ്രന്ഥമാണ്. ഇത് ഇറങ്ങിയതിന് ശേഷം മറ്റ് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് പണ്ട് കാലത്തുള്ള കോൽ കണക്കിലുള്ള ഒരു കണക്കാണ്. കോലിനെ നിങ്ങൾക്ക് ഇപ്പോൾ കോൽ കണക്കുകളില്ല, എല്ലാം മീറ്ററാണ്. അതിനെ കോൽ കണക്കിനെ അളവുകൾ നിങ്ങൾക്ക് മീറ്ററാക്കി മാറ്റാവുന്നതാണ്. ഒരു കോൽ എന്നാൽ 71.5 സെൻറ്റിമീറ്ററാണ്. ഇന്ന് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് എല്ലാവരും 71 സെൻറ്റിമീറ്റർ എന്നത് 72 സെൻറ്റിമീറ്ററാക്കി അതിനെ മീറ്ററാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റരുത്. ഒരു കോൽ ചുറ്റളവ് വരുമ്പോഴത്തേക്കും ഒരു കോലിൽ 1/2 സെൻറ്റിമീറ്റർ വെച്ച് വിടുമ്പോഴത്തേക്കും ഒരു 49 സെൻറ്റ് കോല് ചുറ്റളവുള്ള ഒരു വീടാണെങ്കിൽ ആ വീടിന് അത്രയും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ കണക്കിൽ കുറേ മാറ്റം വരും. അങ്ങനെ വരാതിരിക്കാനാണ് കണക്ക് പ്രകാരം തന്നെ കൃത്യമായിട്ട് ഗൃഹത്തിൽ കണക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ കണക്ക് പ്രകാരം ജീവിച്ചാൽ അതിൽ ഉള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം കിട്ടും. അതിപ്പം നമ്മളൊരു പക്ഷിക്കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ കാലങ്ങൾ മറിഞ്ഞാലും മാറി വന്നാലും ആ പക്ഷികളെല്ലാം കൂട് കൂട്ടുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഒരേ തരത്തിലുള്ള കൂടുകളായിരിക്കും കൂട്ടുക. ആ കൂടിന് വലുപ്പം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുകയില്ല. അത് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രകൃതി മനുഷ്യന് കൊടുത്ത ഒരു കണക്കുമാണ് ഇത്. ഇത് പ്രകാരം ചെയ്താൽ വളരെയധികം ഏറെ ഐശ്വര്യപ്രദമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോൽ കണക്കും അടിക്കണക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗൃഹത്തിൻ്റെ കണക്കാണ് കൊടുക്കുന്നത്. അതുപ്രകാരം കാണുക. നിങ്ങൾ ഇത് കണ്ട് വീടുകൾ പണിതാൽ വളരെ ഐശ്വര്യപ്രദമായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എല്ലായിടത്തും നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ ദിവസവും രാത്രി 8 മണി തൊട്ട് 9 മണി വരെ മാത്രം വിളിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കണക്കുകൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ധ്വജയോനിയിൽ പടിഞ്ഞാറ് ദർശനമായ കിഴക്കേ ഗൃഹങ്ങൾക്ക് സ്വീകാര്യമായ കണക്കുകളും അടിക്കണക്കുകളുമാണ് കൊടുക്കുന്നത്. അടിക്കണക്ക് ഇഞ്ചിങ്ങ് തലയ്ക്ക് ലാസ്റ്റ് വലതു ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഇപ്പുറത്ത് എനിക്കിത് കോൽ കണക്കാണ്. ഇത് ഏറ്റവും കുറവ് തൊട്ട് കൂടുതലായിട്ടുള്ള കണക്കുകൾ ഇങ്ങോട്ട് കൊടുക്കാം. പടിഞ്ഞാറ് ദർശനമായത്, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കുന്ന വീടിൻ്റെ കണക്കുകളാണ്. അതിന് കിഴക്കേ ഗൃഹം എന്നാണ് പറയുക. അതുകൊണ്ട് ഇതിൽ അധമം, മധ്യമം, ഉത്തമം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കണക്ക് കൊടുക്കുമ്പോൾ പണ്ടത്തെ പെരയുടെ കഴുക്കോല് വരേൻ്റെ കണക്കുകളാണ്. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന കോലാണ്. അതിൽ അധമം എന്ന് കൊടുത്തിരിക്കുന്നത് എടുക്കരുത്. ബാക്കി ഉത്തമവും മധ്യമവും ഒക്കെ കണക്കുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇത് സൂം ചെയ്ത് എടുത്ത് നോക്കാവുന്നതാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് കോല് കണക്കാണ് കൊടുത്തിരിക്കുന്നത്. കോലും വിരൽ കണക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അങ്ങേ തലയ്ക്ക് കൊടുത്തിരിക്കുന്ന അടിക്കണക്ക് വിഞ്ചും. ഏത് കണക്കെങ്കിലും എടുത്ത് അത് കണക്ക് പ്രകാരം തന്നെ ചെയ്യുക. പെരയുടെ ചുറ്റളവാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചുറ്റളവ് പ്രകാരം സാമാന്യം വലിയ വരെയുള്ള എൻ്റെ കണക്കുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ കൂടുതൽ വലിയ വര പണിയുന്നവർ പിന്നെ ഇതിനെ ഇരട്ടിച്ച് അങ്ങനെയൊക്കെ കൂട്ടിയൊക്കെ എടുക്കാം. ഇതിൻ്റെ 2 ഇരട്ടിയായിട്ടോ ഒക്കെ എടുക്കാം. പണ്ടത്തെ കാലത്ത് ഇത്രയുള്ള വരകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രകാരമുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഉത്തമം ഒരു 40 കോല്
കൊടുത്തിട്ടുണ്ട്. 40 കോല് 8 വിരൽ നിങ്ങൾ കാണുന്നുണ്ട്. അതിന് ചിലപ്പം വരയ്ക്ക് വലിപ്പം പോരെങ്കിൽ 40 40 80 കോല് 8 16 വിരൽ, അങ്ങനെയുള്ള കണക്ക്. അല്ലെങ്കിൽ ഇപ്പുറത്തത് കൊടുത്തിട്ടുണ്ട് 96 അടിയും 5 ഇഞ്ചും 96. അങ്ങനെ ആകുമ്പോൾ അതിനെ ഇരട്ടിച്ച് കാണുക. അങ്ങനെ എടുത്തിട്ടുള്ള കണക്കുകൾ എടുക്കുക. അത് പ്രകാരമുള്ള കണക്കുകളാണ്. ഇനി അടുത്ത വീഡിയോയിൽ വേറെ കണക്കുകൾ കാണിക്കാം. പരമാവധി ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് കൊടുക്കുന്നുണ്ട്. വീട് പണിയുന്നവരും പണിയാൻ ആഗ്രഹിക്കുന്നവരും വീട് പണിയെടുക്കുന്നവരും കണക്കുകളിൽ ഇങ്ങനെ വാസ്തു ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ഥാനം കാണാൻ പോകുന്നവരുമൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ ഈ ചാനൽ അറിയിപ്പുകൾ. അവർക്കും വിളിക്കാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കണക്കുകളൊക്കെ അവർക്ക് വായിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലാണ്ട് വീട് പണിയിക്കുന്നവർക്ക് മാത്രമല്ല, വാസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സൗജന്യമായിട്ട് വിളിക്കാവുന്നതാണ്. ഇത് ഗ്രന്ഥം വാസ്തു ഇതാണ് വാസ്തു ഗ്രന്ഥം. ഈ ഗ്രന്ഥം നിങ്ങൾ കിട്ടുവാണെങ്കിൽ വാങ്ങി വച്ചാലും വളരെയധികം ഗുണപ്രദമായിരിക്കും. സംസ്കൃത ശ്ലോകങ്ങളാണ് ഇതിനകത്തുള്ളത്. സംസ്കൃത ശ്ലോകത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തണ്ണീർമുക്കം വാസുവാചാരി അവരുകളെ നമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ അറിവുകൾ പകർന്നു നൽകുന്നു. നന്ദി, നമസ്കാരം. ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുക.